പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന തിരുവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58:9. അതിപ്രകാരമാണ്: നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. വളരെ ഉറപ്പുള്ള, മാറ്റം വരാത്ത വാഗ്ദാനമാണ് ദൈവത്തിന്റെ ഓരോ വചനങ്ങളും. ആകയാൽ വചനം ഇപ്രകാരമാണ്: നീ പ്രാർത്ഥിച്ചാൽ, അതായത് നമ്മൾ പ്രാർത്ഥിക്കാൻ മടിക്കണ്ട, നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ ചോദിക്കാൻ മടിക്കേണ്ട, നമ്മൾ ചോദിക്കുക. കാരണം ദൈവമായ കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്, ഉത്തരം തരും. പ്രാർത്ഥിച്ചാൽ ഉത്തരം തരും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. നീ നിലവിളിച്ചാൽ കർത്താവിന്റെ മറുപടി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും ലഭിക്കുമെന്നുള്ള വലിയൊരു വാഗ്ദാനമാണ്. അതിനൊത്തിരി ഉദാഹരണങ്ങൾ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. മരുഭൂമിയിൽ ഹാഗാറിന്റെ നിലവിളി കേട്ട് ദൈവം അവൾക്ക് ഉത്തരം കൊടുക്കുന്നു. ഹെസക്കിയയുടെ കണ്ണുനീർ കണ്ട് ദൈവം അദ്ദേഹത്തിന് വീണ്ടും ആയുസ്സും ആരോഗ്യവും സമർത്ഥമായിട്ട് കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഒരു കുഞ്ഞിന് വേണ്ടി കരഞ്ഞപേക്ഷിക്കുന്ന ഹന്നായിക്ക് കുഞ്ഞിനെ കൊടുത്ത് ദൈവം ആശ്വസിപ്പിക്കുന്നു. ഇതാണ് ബൈബിളിൽ നമ്മൾ കാണുന്ന ചരിത്രങ്ങളൊക്കെ. ആകയാൽ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും, അത് ഉറപ്പാണ്. അതുകൊണ്ട് സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പറയാം. സങ്കീർത്തനം 23 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: കർത്താവ് എൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരെയും ഈ വചനം, നമ്മൾ കേട്ട വചനത്തിന്റെ അഭിഷേകത്താല്, ശക്തിയാലും നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാൻ, കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ, ദൈവത്തിൽ നിന്ന് തന്നെ ഉത്തരം കണ്ടെത്താൻ, ദൈവം ഉത്തരം തരുമെന്നുള്ള പ്രത്യാശയോടെ മുന്നോട്ട് പോകാനുള്ള കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ.